നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡിന്റെ അടുത്ത ക്ലാസ് ആണ്. വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് തന്നെയാണ് ഡിസ്കഷൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ KFC എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ, അല്ല സോറി, ജീവനക്കാർ നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണം. ഒന്നും രണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടാൽ പോരാ. നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ കേൾക്കാൻ പറ്റുമോ അത്രത്തോളം കേൾക്കണം. കാരണം ഈ കേരള ഫിനാൻഷ്യൽ കോഡിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ അത്തരത്തിലുള്ള രീതിയിലാണ്. ഇപ്പം നമ്മൾ ഒരു ട്രഷറി കോഡ് എഴുതാൻ പോകുന്നു. ട്രഷറി കോഡ് എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് 3 പുസ്തകം ഉണ്ടെങ്കിൽ തന്നെ അതിൽ മെജോറിറ്റി ഒരു 30 മാർക്കിനെങ്കിലും ഫോറങ്ങൾ മാത്രമേ ഉണ്ടാവും. നമുക്ക് എഴുതാം, പാസ്സാവും. പക്ഷെ KFC അങ്ങനെയല്ല, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യമാണ് വരുന്നത്. ചോദ്യം ഇതാണ്: an officer made confidential enquiries on a loan application guaranteed by a reputed trust. Is action justifiable under KFC? അതായത് ഒരു പ്രശസ്ത ട്രസ്റ്റ് ഗ്യാരണ്ടി നൽകുന്ന ഒരു ലോൺ അപേക്ഷയിൽ ഒരു ഉദ്യോഗസ്ഥൻ രഹസ്യ അന്വേഷണം നടത്തി. KFCയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ നടപടി ശരിയാണോ എന്നാ ചോദ്യം. ശരിയാണ്. KFC അത്തരം രഹസ്യ അന്വേഷണങ്ങൾ, കേരള ഫിനാൻഷ്യൽ കോഡ് അത്തരം രഹസ്യ അന്വേഷണങ്ങൾ ന്യായീകരിക്കുന്നുണ്ട്, അനുവദിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാരണ്ടിയും ഒരു ലോണാണ്, ലോൺ കൊടുക്കുകയാണ്. അപ്പം ലോൺ കൊടുക്കുമ്പോൾ അതിന്റെ തിരിച്ചടവ് ഉണ്ടാവണം. അത് മാത്രമല്ല, ആ ഗ്യാരണ്ടി നിൽക്കുന്നയാളെ പറ്റി ഒക്കെയും നമ്മൾ രഹസ്യമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് സത്യം. അത് അത്തരത്തിലുള്ള ഒരു അന്വേഷണം കേരള ഫിനാൻഷ്യൽ കോഡ് പ്രകാരം അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ലൈവ് സ്റ്റോക്ക് പർച്ചേസ് എന്നത്, ദ പർച്ചേസ് ഓഫ് ലൈവ് സ്റ്റോക്ക് എന്നത് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് ഇതിൽ വരുന്നത് ഭാഗം 1 എസ്റ്റിമേറ്റ് ആണോ, അല്ല ഭാഗം 2 എസ്റ്റിമേറ്റ് ആണോ, പാർട്ട് 1 എസ്റ്റിമേറ്റ് ആണോ, പാർട്ട് 2 എസ്റ്റിമേറ്റ് ആണോ എന്നാണ്. നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും കാലം കണ്ടിടത്തോളം നോക്കിയാൽ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 എസ്റ്റിമേറ്റിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. 1-2 ചോദ്യങ്ങൾ ഉറപ്പായിട്ട് വരികയാണ്. അപ്പൊ ഇവിടെ ഈ ലൈവ് സ്റ്റോക്ക് പർച്ചേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നാണ് നമുക്ക് അത് ഒന്ന് നോക്കാം. നമുക്ക് ഈ പാർട്ട് 1 എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അതായത് നിലവിലുള്ള ഒരു വസ്തുവിനോ അല്ലെങ്കിൽ ഒരു ജീവിയോ ആയിക്കോട്ടെ, എന്തോ ആവട്ടെ, കേടാവുകയോ ഉപയോഗശൂന്യമാവുകയോ ചെയ്യുമ്പോൾ അതിന് പകരമായി പുതിയൊരെണ്ണത്തെ മാറ്റി സ്ഥാപിക്കുന്നതിനായി നടത്തുന്ന വാങ്ങലുകൾ പാർട്ട് 1 എസ്റ്റിമേറ്റിലാണ് വരിക. ഈ പാർട്ട് 2 എസ്റ്റിമേറ്റിൽ എന്ന് പറയുന്നത് ഈ പുതിയ സാധനങ്ങളോ ലൈഫ് സ്റ്റോക്കോ അധികമായി വാങ്ങുന്നതാണ് പാർട്ട് 2വിൽ വരുന്നത്. ഇവിടെ ലൈഫ് സ്റ്റോക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ലൈഫ് സ്റ്റോക്ക് ഉൾപ്പെടുത്തിയിട്ട് ഇത് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു സർക്കാർ വകുപ്പുകളുടെയോ ഫാമുകളുടെയോ ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കന്നുകാലിയാണ് ഇവിടെ ലൈവ് സ്റ്റോക്ക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ലൈവ് സ്റ്റോക്ക് കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരൊക്കെ കേട്ടില്ല? അതൊരു പോസ്റ്റാണല്ലോ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ. അപ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു കന്നുകാലി ചത്തുപോയി എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ആ കന്നുകാലിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഫാമിൻ്റെയോ മറ്റോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കന്നുകാലിയാണ്. ഇപ്പോൾ കാള ആയിക്കോട്ടെ, ഇപ്പോൾ വണ്ടി വലിക്കുന്ന കാള. അപ്പോൾ അത്തരത്തിൽ അപ്പോൾ ആ സ്ഥാനത്തേക്ക് പുതിയൊരു കന്നുകാലിയെ വാങ്ങണം. അങ്ങനെ ഒരു കന്നുകാലിയെ വാങ്ങുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ളതിനെ മാറ്റി സ്ഥാപിക്കലാണല്ലോ ശരിക്കും, അല്ലെ? റീപ്ലേസ്മെന്റ് അല്ലേ ഇവിടെ നടക്കുന്നത്? അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെ പർച്ചേസിന് നമുക്ക് ഏതിൻ്റെ കീഴിൽ വരും? പാർട്ട് 1 എസ്റ്റിമേറ്റിന്റെ കീഴിൽ വരും. ഒരു റീപ്ലേസ്മെന്റ്. നേരത്തെ ഒരു കന്നുകാലി ഉണ്ടായിരുന്നു, അതിന് പ്രായമായിപ്പോയി, അതിന് പറ്റിയല്ല, അല്ലെങ്കിൽ അത് ചത്തുപോയി. അപ്പോൾ നമ്മൾ ഈ ഒരു ഫാമിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു കന്നുകാലിയെ ആ സ്ഥാനത്തേക്ക് വാങ്ങുന്നു. അപ്പോൾ അവിടെ റീപ്ലേസ്മെന്റ് നടത്തുകൊണ്ട് അത് പാർട്ട് 1 എസ്റ്റിമേറ്റിന്റെ കീഴിലാണ്. അപ്പോൾ ഇവിടെ ഉത്തരം അതുകൊണ്ടാണ് സി വന്നിരിക്കുന്നത്. ലൈഫ് സ്റ്റോക്ക് പർച്ചേസ് എന്ന് പറയുന്നത് പർച്ചേസ് മാറ്റി സ്ഥാപിക്കാനാണെങ്കിൽ അത് പാർട്ട് 1 ആണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലൈഫ് സ്റ്റോക്കിനെ മാറ്റി ആ സ്ഥാനത്ത് പുതിയ ഒന്നിനെയാണ് മേടിക്കുന്നതെങ്കിൽ ഇത്
പാർട്ട് 1 ആണ് എന്നാണ് ഉദ്ദേശിച്ചത്. അടുത്ത ചോദ്യം. താൽക്കാലിക നിയമനത്തിന്റെ കാര്യത്തിൽ ഏതാണ് ശരി? വിച്ച് ഈസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് എ ടെമ്പററി അപ്പോയിൻമെന്റ്? അപ്പൊ നോക്കുക, നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ഓരോന്നൊന്ന് നോക്കുക. താൽക്കാലിക നിയമനത്തിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, നിയമന കാലയളവ് അനുവദിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കുക. എത്ര ദിവസത്തേക്കാണ് നിങ്ങളുടെ നിയമനമെന്ന് ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുക. ഒരു എക്സാമ്പിൾ, നിങ്ങളെ 179 ദിവസത്തേക്ക് നിയമിച്ചിരിക്കുന്നു. അത് ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടാവും. രണ്ട്, നിയമന കാലയളവ് വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ ഓരോ 6 മാസം കൂടുമ്പോഴും അത് പുതുക്കണം. അതും ശരിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും താൽക്കാലിക നിയമനത്തിന്റെ കാര്യത്തിൽ ശരിയാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ ഡി ആണ്. എയും ബിയും ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ നിങ്ങൾ താൽക്കാലികക്കാരെ പറ്റി കേൾക്കുമ്പോൾ ഈ ഒരു രണ്ട് പോയിന്റുകൾ നിങ്ങൾ ഓർത്തു വെക്കുക. നമുക്കറിയാം, ഒരു താൽക്കാലിക ജീവനക്കാരിൽ പകലും താൽക്കാലികമായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുള്ളവരായിരിക്കും. താൽക്കാലികക്കാർക്ക് ഒന്നുകിൽ നിയമന കാലയളവ് ഈ അപ്പോയിന്റ്മെന്റ് നടത്തുമ്പോൾ തന്നെ ആ ഉത്തരവിൽ തന്നെ ഈ കാലയളവ് എത്ര ദിവസത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോ ഈ 6 മാസം ആകുമ്പോൾ പിന്നെ ഈ കാലയളവ്, നിയമന കാലയളവ് വീണ്ടും ഒന്ന് പുതുക്കി കൊടുക്കുക. 180ക്ക് മേലെ 180 ദിവസത്തിന് മുകളിൽ ഒരിക്കലും ഒറ്റ സ്ട്രെച്ചിന് നിയമനം ഉണ്ടാവാറില്ല സാധാരണഗതിയിൽ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. The duty of the departmental controlling officer in the case of maintenance of accounts. അക്കൗണ്ടുകൾ മെയിൻ്റനൻസ് ചെയ്യുന്ന കാര്യത്തില് ഡിപ്പാർട്ട്മെന്റൽ കൺട്രോളിംഗ് ഓഫീസറുടെ ചുമതലകൾ എന്തൊക്കെയാണ്? അതിന് ആൻസർ ട്രഷറി ഇവിടെ 31 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്. തൊട്ടടുത്ത ചോദ്യവും ഡിലീറ്റഡ് ആണ്. അപ്പോൾ 31, 32 ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, ഒരു കോടതിയിൽ തെളിവ് മൂല്യമുള്ള പ്രമാണം എന്താണ്? തെളിവ് മൂല്യമുള്ള പ്രമാണം പേബിൾ രജിസ്റ്റർ, ഡെസ്പാച്ച് രജിസ്റ്റർ, മെഷർമെന്റ് ബുക്ക്, ഇതെല്ലാം ശരിയാണ്. ഇതാണ് ഉത്തരം. ഒരു കോടതിയിൽ തെളിവ്, അതായത് ദ ഡോക്യുമെന്റ് ഹാവിംഗ് എവിഡൻസ് വാല്യൂ ഇൻ എ കോർട്ട് ഓഫ് ലോ, കോടതിയിലാണ് കേട്ടോ. അപ്പോൾ കോടതിയിൽ പിന്നെ തെളിവ് മൂല്യമുള്ള ഒരു പ്രമാണം എന്ന് പറയുന്നത് ഇവിടെ മെഷർമെന്റ് ബുക്കാണ്. മെഷർമെന്റ് ബുക്ക് PWDക്കാർ ഉപയോഗിക്കുന്നതാണ് മെഷർമെന്റ് ബുക്ക് എന്ന് നമുക്കറിയാലോ. അതിന് ഷോർട്ടായിട്ട് അവർ എം ബുക്ക് എന്നും പറയാറുണ്ട്. എം ബുക്ക്, മെഷർമെന്റ് ബുക്ക്. അപ്പോ ഇത് എന്തുകൊണ്ടാണ് ഈ എം ബുക്ക്, മെഷർമെന്റ് ബുക്ക് കോടതിയിൽ തെളിവായി സ്വീകരിക്കുന്നതെന്ന് കൂടി ഞാൻ പറയാം. അപ്പോൾ സാധാരണഗതിയിൽ ഗവൺമെന്റ് തലത്തിലോ പൊതുമരാമത്ത് വകുപ്പിലോ നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ പ്രസ്തുത ജോലിയുടെ അളവുകളും കണക്കുകളും ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാഥമിക രേഖയാണ് എം ബുക്ക് അഥവാ മെഷർമെന്റ് ബുക്ക്. അപ്പൊ അത് നമുക്കറിയാം. കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തേപ്പ്, എത്ര സ്ക്വയർ ഫീറ്റ് തേപ്പ് ഉണ്ടായിരുന്നു, സിമെന്റ് എത്ര തേച്ചു, അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ അതിനകത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് കണക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറിജിനൽ രേഖയാണ്. ഈ ഭാവിയിൽ ഇങ്ങനെ ഒരു രേഖ എന്ന് പറയുന്നത് ഈ കരാറുകാരനും പിന്നെ മറ്റ് ഏജൻസികളുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളോ നിയമപരമായ കോടതിയിൽ കേസുകളോ ഒക്കെ വന്നാൽ ഈ പ്രവൃത്തി യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ എന്നും എത്ര അളവിലാണ് ജോലി പൂർത്തിയായതെന്നും ഒക്കെ തെളിയിക്കാൻ കോടതി ആശ്രയിക്കുന്നത് ശരിക്കും എം ബുക്കിനെയാണ്. ഔദ്യോഗികമായി തെളിവ് മൂല്യമുള്ളതാണ് എം ബുക്ക്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മെഷർമെന്റ് ബുക്ക്, ഭാവിയിൽ ഈ ഒരു കെട്ടിടം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു PWD വർക്ക് എടുത്തു, ആ വർക്ക് എടുത്ത് കഴിയുമ്പോൾ ആ വർക്ക് എടുത്തതാണോ അല്ല വർക്ക് കൃത്യമായിട്ട് നടന്നതാണോ, ആ വർക്കിൽ ഏതൊക്കെ അളവിലാണ് നടന്നത്, എത്രയൊക്കെ അളവുകൾ ഇന്ന കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ എവിടെ നോക്കിയാൽ മനസ്സിലാവും? മെഷർമെന്റ് ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും, PWD. അപ്പോൾ ആ രീതിയിൽ മെഷർമെന്റ് ബുക്ക് ഒരു തെളിവായിട്ടാണ് ഈ കോടതി അംഗീകരിക്കുന്നത്. ബാക്കിയൊന്നും അങ്ങനെയല്ല. പേബിൾ രജിസ്റ്റർ ആ രീതിയിലല്ലല്ലോ. ഇപ്പോൾ പേബിൾ ഇവിടെ മറ്റു ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഒന്ന് പേബിൾ രജിസ്റ്റർ, അത് ശമ്പളം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ഡെസ്പാച്ച് രജിസ്റ്റർ ആണ്, അത് പിന്നെ ഫയലുകൾ അയക്കുന്നതുമായി ബന്ധപ്പെട്ട ഓഫീസിലെ ഈ റൂട്ടീൻ രജിസ്റ്ററുകളാണ് ഇതൊക്കെ. അപ്പോൾ അത് നമ്മുടെ മെഷർമെന്റ് ബുക്കിന് സമാനമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. ഓക്കെ അല്ലേ?
ഇനി അടുത്ത ചോദ്യം, സാമ്പത്തിക ആവശ്യകതകളുടെ പട്ടികയിലെ ഒരു വിഭാഗമല്ലാത്ത ഏതാണ്? സാമ്പത്തിക വിച്ച് ഈസ് നോട്ട് എ സെക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ടേബിൾ. സാമ്പത്തിക ആവശ്യകതകളുടെ പട്ടികയിലെ ഒരു വിഭാഗം അല്ലാത്തത്. അതിന്റെ ആൻസർ ഒന്ന്, ഒബ്ജക്റ്റ് തിരിച്ചിട്ടുള്ള വർഗീകരണം, ഒബ്ജക്റ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ. അത് സാമ്പത്തിക ആവശ്യങ്ങളുടെ പട്ടികയിലുള്ള ഒരു വിഭാഗം തന്നെയാണ് ഒബ്ജക്റ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ. എ. ബി, ധനസഹായത്തിന്റെ ഉറവിടങ്ങൾ, അതായത് സോഴ്സസ് ഓഫ് ഫിനാൻസിങ്, അതും സാമ്പത്തിക ആവശ്യങ്ങളുടെ പട്ടികയിലെ ഒരു സെക്ഷൻ തന്നെയാണ്. അപ്പോൾ എയും ബിയും അതല്ലാത്തതാണ് ചോദിച്ചത്. സാമ്പത്തിക ആവശ്യകതകളുടെ പട്ടികയിലെ ഒരു വിഭാഗം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. വിച്ച് ഈസ് നോട്ട് എ സെക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ടേബിൾ. ഇനി മൂന്നാമത്തത് ഇൻപുട്ടുകളുടെയും ഔട്ട്പുട്ടുകളുടെയും ക്ലാസിഫിക്കേഷൻ, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്ന അത് ഈ ഫിനാൻഷ്യൽ സാമ്പത്തിക ആവശ്യകതകളുടെ പട്ടികയിൽ ഇല്ലാത്തത് ഈ സി ആണ്, ഇൻപുട്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്സ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയിൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്ലാസിഫിക്കേഷൻ സാധാരണഗതിയിൽ നടത്തുന്നത് ഒരു പ്രൊജക്റ്റിൻ്റെയോ പദ്ധതിയുടെയോ സാമ്പത്തിക ആവശ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് അത്. അപ്പൊ നമ്മൾ ഈ ഒബ്ജക്റ്റ് വൈസ് ആദ്യത്തെ ആൻസർ, പിന്നെ അല്ലാത്തത് എയും ബിയും നമ്മൾ ഇനി നോക്കണ്ടല്ലോ, സിയുടെ ആൻസർ മാത്രം പറഞ്ഞു പോവാണ്, കാരണം സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഫോം 4-ലെ ഒരു രജിസ്റ്റർ നൽകുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എ രജിസ്റ്റർ ഇൻ ഫോം 4, KFCയിലെ ഫോം 4 ആണ്. KFC ഫോമുകൾ ഉണ്ട് അവസാന ഇൻഡെക്സിൽ, പക്ഷെ KFCയുടെ ഫോമിൽ നിന്ന് ഒരു 2-3 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അത് നമുക്ക് അത് എഴുതാം, പക്ഷെ നമുക്ക് 3 KTC പോലെ ഒരുപാട് ഫോംസ് KFCയിൽ ചോദിക്കുന്നില്ല. അപ്പോൾ ഈ രജിസ്റ്റർ ഇൻ ഫോം 4-ൽ ഈസ് യൂസ്ഡ് ടു എൻ്റർ. എന്താണ് ഈ KFC ഫോം 4-ൽ എഴുതുന്നത് എന്താണ്? അല്ലെങ്കിൽ അത് ആ ഫോം 4 ഒരു രജിസ്റ്ററാണ്, ആ രജിസ്റ്റർ നൽകുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ്? അതിൽ ആ ഫോം 4-ൽ ഉൾപ്പെടുത്തുന്നതാണ്. ആ ഫോം 4-ൽ AGയുടെ ഒബ്ജക്ഷൻ സ്ലിപ്പുകളാണ് ഉൾപ്പെടുത്തുന്നത്. നമ്മൾ വിശദമായിട്ട് നോക്കിയില്ലെങ്കിലും നമുക്ക് അവിടെ ഇൻഡെക്സിൽ, KFCയുടെ പുസ്തകത്തിലെ ഇൻഡെക്സിൽ നമുക്ക് കിട്ടും. വോളിയം 2-ൽ ഇൻഡെക്സ് ഉണ്ട്. അടുത്ത ചോദ്യം, ചെയ്ത ജോലിയുടെ വിശദമായ കണക്കുകൾ താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്തേണ്ടതില്ല. ചെയ്ത ജോലിയുടെ അതായത് ഡീറ്റെയിൽഡ് മെഷർമെന്റ്സ് ഓഫ് ദ വർക്ക് ഡൺ ആർ നോട്ട് റിക്വയർഡ് ടു ബി റെക്കോർഡഡ് ഇൻ ദ കേസ് ഓഫ്. അത് സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്തേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അതായത് അത് ഷെഡ്യൂൾ കരാറ്, പീസ് കരാറ്, ലംസം കരാറാണ് ആൻസർ. അപ്പൊ ഈ ലംസം കരാറിൽ ചെയ്ത ജോലിയുടെ വിശദമായ അളവുകൾ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതെന്താ കാരണം എന്ന് വെച്ചാല് അത് ഈ പ്ലാനും നമ്മൾ ഈ എന്താ ലംസം കരാർ എന്ന് പറഞ്ഞാല് പ്ലാനും എസ്റ്റിമേറ്റും സ്പെസിഫിക്കേഷനും അനുസരിച്ച് അത് നേരത്തെ തീരുമാനിച്ചതാണ്. ഒരു നിശ്ചിത തുകയ്ക്ക് മുഴുവൻ പ്രവൃത്തിയും പൂർത്തിയാക്കി നൽകാനാണ് കരാറുകാരൻ സമ്മതിക്കുന്നത്. അതിനാണ് ലംസം എമൗണ്ട് എന്ന് പറയുന്നത്. പ്ലാനും എസ്റ്റിമേറ്റും സ്പെസിഫിക്കേഷനും ആദ്യമേ കൊടുക്കും. അത് വെച്ചിട്ട് ഈ ബിൽഡിംഗ് തീർക്കാൻ എത്ര പണം വേണം, ഓക്കെ 50 ലക്ഷം രൂപ വേണം, തീരുമാനിച്ചതാണ് നേരത്തെ. പിന്നെ നമ്മൾ അതിൽ അളക്കവും പിടിക്കുകയൊന്നും വേണ്ട ആവശ്യമില്ല. പിന്നെ വിശദമായ അളവൊന്നും എടുക്കേണ്ട യാതൊരു കാരണവും അതിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ലംസം കരാറിൽ എന്ത് വേണ്ട, ചെയ്ത ജോലിയുടെ വിശദമായ അളവുകൾ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പീസ് വർക്ക് കരാറിലൊക്കെ അത് വേണ്ടി വരും, എന്നാൽ ലംസം കരാറിൽ അത് വേണ്ട. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം 37 ഒന്നുമല്ല എന്നുള്ള ഒരു ആൻസറാണ്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല, ഇവിടെ സമയം പോകും. അടുത്ത ചോദ്യം ഫോമാണ്, KFC ഫോം നമ്പർ 25 അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഫോം 25 അപ്പൻഡിക്സിൽ നമുക്ക് ഇൻഡെക്സിൽ കിട്ടുന്നതാണ്. അടുത്ത ചോദ്യം, സ്ഥിരമായ മുൻകൂർ പരിശോധിക്കുന്നതിനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? അതും ഒന്നുമല്ല എന്നുള്ള ആൻസറിലേക്കാണ് നമ്മൾ ഇവിടുന്ന്, അത് നമ്മളുടെ ഇവിടെ ഡിസ്കസ് ചെയ്താൽ ശരിയാവില്ല. അടുത്ത ചോദ്യം,
ദ ഡ്രോപ്പിംഗ് ഓഫ് ലാൻഡ് റവന്യൂ വിത്തൗട്ട് എക്സോസ്റ്റിംഗ് ഓൾ റവന്യൂ അവന്യൂസ് ഓഫ് റിക്കവറി ഈസ്, അതായത് ഒരു റിക്കവറിക്കുള്ള എല്ലാ വഴികളും നോക്കാതെ ഭൂവരുമാനം കുറയുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കുന്നത്, അതിനാണ് നമ്മൾ റെമിഷൻ എന്ന് പറയുന്നത്. അപ്പൊ റെമിഷൻ എന്ന് പറയുന്നത് സർക്കാരിലേക്ക് പിരിച്ചെടുക്കാനുള്ള, നമ്മൾ നിരവധി തവണ റെമിഷൻ, റെമിഷൻ ഓഫ് അങ്ങനെ പലതിലും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ റെമിഷൻ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, സർക്കാരിലേക്ക് പിരിച്ചെടുക്കാനുള്ള ഭൂവരുമാനവും മറ്റു തുകകളോ അതിനായിട്ടുള്ള എല്ലാ റിക്കവറി നടപടികളും പൂർണ്ണമായി നോക്കാതെ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനാണ് റെമിഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടും നോക്കാതെ കുറയ്ക്കോ അങ്ങനെ സർക്കാരിലേക്ക് വരുന്ന, അതിനൊരു ഉദാഹരണം പറയുമ്പോൾ ശരിയാവും നിങ്ങൾക്ക്. ഇപ്പോൾ കനത്ത മഴയോ വെള്ളപ്പൊക്കമോ ഒക്കെ വരുന്ന സാധനം ഒരു പ്രദേശത്തെ മുഴുവൻ കർഷകരുടെയും കൃഷി നശിച്ചുപോയി എന്ന് കരുതുക. അപ്പൊ ഈ സാഹചര്യത്തിൽ കർഷകരിൽ നിന്ന് ആ വർഷത്തെ ഭൂനികുതിയോ ജപ്തിയോ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു നെറ്റ് പ്രോബ്ലം വന്നതാണ്, നമുക്ക് നോക്കാൻ വേണ്ട. അപ്പോൾ അതാണ് റെമിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെമിഷനെ പറ്റി നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ്, സംശയം വേണ്ട. ഓക്കെ, അടുത്ത ചോദ്യം.